വളരെ തിരികെ എത്താം. മന്ത്രി MP രാജേഷ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. പക്ഷേ MP രാജേഷ് ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുഖമായി മാറിയ ഒരാളായിരുന്നു. പശ്ചിമ ബംഗാളിൽ 11 വർഷക്കാലം മുഖ്യമന്ത്രിയാകുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട് അല്ലെങ്കിൽ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഒരു യുഗം അവസാനിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ മരണം എന്നതാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. എത്രത്തോളം പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, CPIM-നെ സംബന്ധിച്ചിടത്തോളം? ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം ബംഗാളിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തെ നയിച്ച CPIM-ന്റെ സമുന്നത നേതൃത്വമായ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ പാർട്ടിക്കും വലിയ സംഭാവനകൾ നൽകിയ, ഇന്ത്യയിലാകെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമായി ഏറെക്കാലം നിലനിന്ന ഒരാളാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. അദ്ദേഹം സമുന്നതനായ രാഷ്ട്രീയ നേതാവ് എന്നതോടൊപ്പം ബംഗാളിൽ സർവരാലും ആദരിക്കപ്പെട്ട, പ്രത്യേകിച്ച് എഴുത്തുകാർക്കിടയിൽ, ബുദ്ധിജീവികൾക്കിടയിൽ, സാംസ്കാരിക പ്രവർത്തകർക്കിടയിലെല്ലാം വളരെ ആദരിക്കപ്പെട്ട ഒരു എഴുത്തുകാരനും ബുദ്ധിജീവിയും കൂടിയായിരുന്നു. അദ്ദേഹം നാടക രചയിതാവ്, വിവർത്തകൻ, ഇങ്ങനെ പല നിലകളിലും ബംഗാളി സാഹിത്യത്തിനും സംസ്കാരത്തിനും അദ്ദേഹം വലിയ സംഭാവനകളും നൽകിയിട്ടുണ്ട്. സാംസ്കാരിക മന്ത്രിയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സവിശേഷതകളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യയുടേത്. മുഖ്യമന്ത്രിയായ ശേഷം അന്ന് ബംഗാളിന്റെ സമ്പദ്ഘടന നേരിട്ട വളരെ ഗൗരവമേറിയ ചില വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനുള്ള ധീരമായിട്ടുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. പ്രധാനമായും ഒരു കാർഷിക സമ്പദ്ഘടന എന്ന നിലയിൽ നിന്ന് കാർഷിക പരിഷ്കരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, വ്യവസായ വികസനത്തിലേക്ക് ബംഗാൾ സമ്പദ്ഘടനയെ നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. വ്യവസായവൽക്കരണം നടപ്പാക്കുക വഴി, അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഒക്കെയുള്ള ഒരു വലിയ പരിവർത്തനത്തിന് അദ്ദേഹം ശ്രമം നടത്തുകയുണ്ടായി. IT മേഖലയിൽ ബംഗാളിൽ വലിയ കുതിപ്പുണ്ടായത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ്. ഇന്ത്യയുടെ IT ഭൂപടത്തിൽ ബംഗാളിന് സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞത്. അതിന്റെ തുടർച്ചയായി വ്യവസായങ്ങൾ ആകർഷിക്കാൻ, മൂലധനം ആകർഷിക്കാനൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനെതിരെ തീവ്ര ഇടതുപക്ഷം മുതൽ, മാവോയിസ്റ്റുകൾ മുതൽ തീവ്ര വലതുപക്ഷം വരെയുള്ളവർ മമതാ ബാനർജിയുടെയും തൃണമൂലിന്റെയും നേതൃത്വത്തിൽ കോർത്തിണക്കപ്പെടുകയും ബംഗാളിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു മഴവിൽ സഖ്യം രൂപപ്പെടുകയും ഒടുവിൽ അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തന്നെ പരാജയത്തിനിടയാക്കുകയും ചെയ്തതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ബംഗാളിലെ ഇടതുപക്ഷത്തിന്റെ ഉയർച്ച താഴ്ചകളിലെല്ലാം പ്രധാനപ്പെട്ട നേതാവായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ. ആ കാലഘട്ടത്തിലുടനീളം ബുദ്ധദേവ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംഭാവനകൾ തീർച്ചയായിട്ടും വിലമതിക്കപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി ശ്രീ MP രാജേഷ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ സൂചിപ്പിച്ചതുപോലെ പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷത്തിന്റെ വലിയ ജൈത്രയാത്ര ആരംഭിക്കുന്ന സമയത്ത് അടക്കം ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPIM-ന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതാവാണ്. പക്ഷേ അതേ ബുദ്ധദേവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് CPM വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനുശേഷം ഇപ്പോഴും അതിന് പാർട്ടിക്ക് ER രാഗേഷ് സൂചിപ്പിച്ചതുപോലെ അടിത്തറയിൽ വേരോട്ടമുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആണുണ്ടാകുന്നത്. ER രാഗേഷ് വീണ്ടും ചേരുന്നുണ്ട്. രാഗേഷ്, ഇതിൽ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ CPIM എന്ന് പറയുമ്പോൾ 2-3 സംസ്ഥാനങ്ങളായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത്. അതിലേറ്റവും മുന്നിൽ നിന്ന സംസ്ഥാനം ഇപ്പോൾ പശ്ചിമ ബംഗാൾ, ത്രിപുര, കേരളം, ഇതൊക്കെയാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും വേരോട്ടമുള്ള മണ്ണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും അതിൽ ഒന്നാം സ്ഥാനത്ത് നിന്നത് ഈ പറയുന്നത് പോലെ 3.5 പതിറ്റാണ്ട് തുടർച്ചയായി അധികാരത്തിലിരുന്ന ബംഗാൾ തന്നെയാണ്. ആ ബംഗാളിലെ ഒരു തലമുറയിലെ ഏറ്റവും അവസാനത്തെ നേതാക്കളെന്നുകൂടി ബുദ്ധദേവ് ഭട്ടാചാര്യയെ വിശേഷിപ്പിക്കേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കാണാം. ഒരു തലമുറയുടെ അന്ത്യം അല്ലെങ്കിൽ ഒരു യുഗത്തിന്റെ അന്ത്യം എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വലിയ നിർണായകമായിരുന്നു ബംഗാൾ. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ഒന്നാം UPA സർക്കാർ, ഒന്നാം UPA സർക്കാരിൽ
കോൺഗ്രസിന് ഒറ്റയ്ക്കുണ്ടായിരുന്നത് 145 അംഗങ്ങളാണ്. അന്ന് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 65 അംഗങ്ങളുടെ പിന്തുണയാണ്. അതിൽ ഭൂരിഭാഗവും ബംഗാളിൽ നിന്ന് തന്നെയായിരുന്നു. കേരളത്തിൽ നിന്ന് അന്ന് 20-18 സീറ്റും ഇടതുപക്ഷം ജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ത്രിപുരയിൽ 2 സീറ്റ്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 40ഓളം സീറ്റുകൾ വിജയിച്ചു വന്നത് ബംഗാളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു 2004 ഒന്നാം UPA സർക്കാരിന്റെ കാലഘട്ടം. ആ കാലഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് UPA സർക്കാരിനെ താങ്ങി നിർത്തൽ ഇടതുപക്ഷം നിർണായക പങ്ക് വഹിച്ചപ്പോൾ അതിൽ ബംഗാളിന്റെ റോൾ എന്നുള്ളത് വലിയ നിർണായകമായിരുന്നു. അവിടെ നിന്നാണ് ഘട്ടം ഘട്ടമായി ഇടതുപക്ഷത്തിന് ലോക്സഭയിൽ പ്രാതിനിധ്യം നഷ്ടപ്പെടുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടികളാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗാളിൽ നിന്ന് സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബംഗാളിൽ നിന്ന് വിജയിക്കാൻ CPM-ന് സാധിച്ചിരുന്നില്ല. അതിനു മുൻപും CPM-ന് ഏതായാലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. അതാണ് നിലവിലെ സാഹചര്യം. അത്തരത്തിൽ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു ആ സംഭവങ്ങൾ. നന്ദിഗ്രാമും സിന്ദൂരും. നിർഭാഗ്യവശാൽ അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്നത് ബുദ്ധദേവ് ഭട്ടാചാര്യ ആനന്ദാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വലിയ ക്ലീൻ ഇമേജ് ഉള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല ലളിതമായ ജീവിതം. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞിരുന്നത് സർക്കാർ നൽകിയ ഒരു ഒറ്റമുറി ഫ്ലാറ്റിലാണെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അതിശയോക്തി തോന്നാം. എന്നാൽ അതായിരുന്നു സാഹചര്യം. അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി വാഹനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സമ്പാദ്യം വളരെ തുച്ഛമായ തുക മാത്രമാണ് അദ്ദേഹത്തിന് സമ്പാദ്യമായി ഉണ്ടായിരുന്നത്. അദ്ദേഹം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കൈവശമുണ്ടായിരുന്ന തുക ഏതാണ്ട് 5000 രൂപ മാത്രമാണ്. അത്രമേൽ ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. അഭിലാഷ്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എന്ന് CPM-ന്റെ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കുന്നത് പോലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മാതൃക കൂടിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലടക്കം ഒന്നും സമ്പാദ്യമായി ഉണ്ടായിരുന്നില്ല എന്നതിൽ നിന്ന് തന്നെ അതാണ് വ്യക്തമാകുന്നത്. രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു സംസ്ഥാനത്ത് 11 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ പിന്നീട് രാഷ്ട്രീയ വനവാസത്തിലേക്ക് കടന്നപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്നത് മാത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ബുദ്ധദേവ് ഭട്ടാചാര്യ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയത് എന്ന്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 11 വർഷക്കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നു. ജ്യോതി ബസുവിന് ശേഷം ആ ചുമതലയിലേക്ക് എത്തുന്നു. 2 തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ നിന്ന് നയിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഒരിക്കൽ കൂടി സർക്കാരിനെ രൂപീകരിക്കുന്നു. പക്ഷേ പിന്നീട് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്നു. ഇതേ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്, അവിടുത്തെ വേരുകൾ അറ്റുപോകുന്നത് എന്നതും പറയേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ ബംഗാളിനെ പരിവർത്തനത്തിലേക്ക് കൂടി നയിച്ച വ്യക്തിയായിരുന്നു. നല്ല ഭാഷാ സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബംഗാളി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിരവധി രചനകൾ ബംഗാളിലേക്കടക്കം തർജ്ജമ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ സാഹിത്യരംഗത്തും ഉൾപ്പെടെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ.